ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ വന്ദേ ഭാരത മാത്രം എന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കിയാലോ. അമ്പ് വയം വിഭിന്നേഷു കാര്യക്രമേഷു ആകാശവാണ്യാം ശാലായാം ച വന്ദേ മാത്രം ഇതി ഗീതം ബഹുത്ര ശൃണുമഃ കിന്തു അസ്യ അർത്ഥം ന ജാनीमः. മാതഃ അസ്യ കഃ അർത്ഥഃ? അമ്മേ, ഞങ്ങൾ പല പ്രോഗ്രാംസിൽ ആകാശവാണിയിൽ, അതായത് റേഡിയോയിൽ, അതുപോലെ സ്കൂളിലുമൊക്കെ തന്നെ വന്ദേ മാതരം എന്നീ ഗീതം പല വട്ടം കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അമ്മേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതം ഗീതം കഹ ലിഖിത്വാൻ ഇത്യപി മമ ജിജ്ഞാസ അസ്തി. ഈ പാട്ട് ആരാണ് എഴുതിയെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും എനിക്കുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, വത്സൗ മഹാൻ ദേശഭക്ത ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ 1882 തമേ വർഷേ ആനന്ദമഠ ഇതി നാമകം ഉപന്യാസം ലിഖിത്വാൻ. മക്കളെ, മഹാനായ പാട്രിയോട്ടായ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ 1882 ആനന്ദമഠ എന്ന പേരുള്ള ഒരു നോവല് എഴുതിയിരുന്നു. വന്ദേ മാതരം ഇതി ഗീതം തസ്മിൻ ഏവ ഉപന്യാസേ വർത്തത്തെ. വന്ദേ മാതരം എന്നുള്ള ഈ ഗീതം ആ നോവലിൽ നിന്നാണ് ഉള്ളത്, ആ നോവലിലെയാണ്. വന്ദേ മാതരം ഇത്യസ്യ അർത്ഥഃ അസ്തി യത്. വന്ദേ മാതരം എന്നതിൻ്റെ അർത്ഥമാണ്, അതായത് അഹം മാതുഹു വന്ദനം കരോമി ഇതി. ഞാൻ എൻ്റെ അമ്മയെ, അതായത് ഞാൻ അമ്മയെ, അതായത് ഭാരതമാതാവിനെ വന്ദിക്കുന്നു, നമിക്കുന്നു എന്ന്. മാതഃ ഇതം ഗീതം കസ്യാം ഭാഷായാം അസ്തി. അമ്മേ, ഈ ഗീതം ഏതു ഭാഷയിലാണ്, അതായത് ഈ ഗീതം ഏതു ഭാഷയിലാണുള്ളത്? പുത്രി ഏതത് ഗീതം സംസ്കൃതം ബാംഗ്ലാം ച ഇതി ഭാഷാദ്വയേ വർത്തത്തെ. മോളെ, ഈ ഗീതം സംസ്കൃതത്തിലും ബാംഗ്ല എന്നിങ്ങനെ 2 ഭാഷയിലുമാണ് ഉള്ളത്. മാതഃ അസ്മിൻ ഗീതേ വർണ്യഃ വിഷയഃ കഃ അസ്തി. അമ്മേ, ഈ ഗീതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന വിഷയം എന്താണ്? പുത്ര അസ്മിൻ ഗീതേ ഭാരതമാതുഃ സ്വരൂപസ്യ രമ്യം വർണ്ണനമസ്തി. മോനെ, ഈ സോങ്ങിൽ ഭാരതമാതയുടെ സ്വരൂപത്തിനെ കുറിച്ചുള്ള മനോഹരമായ വർണ്ണനമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മാപ്പാണ്. ഇവിടെ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിലൊക്കെ ഉള്ള സ്ഥലങ്ങളുടെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കിയേക്കാം. നെയിം അമ്പ് ഏതസ്യ ഗീതസ്യ കിം വൈശിഷ്ട്യം. അമ്മേ, ഈ ഗീതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബാലൗ സ്വതന്ത്രതായാഹ ആന്തോലനെ. മക്കളെ, ഫ്രീഡം മൂവ്മെൻറ്റിൽ സർവേ ദേശഭക്താഹ, എല്ലാ ദേശസ്നേഹികളും ഏതത് ഗീതം മന്ത്രമിവ ഗായന്തി സ്മ. ഈ ഗീതം മന്ത്രമായി പാടിയിരുന്നു. സമ്പ്രതി അപ്പി, ഇപ്പോഴും ഇതം ഗീതം ശ്രുത്വാ ഗീത്വാ ച, ഈ ഗീതം കേൾക്കുമ്പോഴും പാടുമ്പോഴും വയം സർവേ ഭാരതീയാഹ, നമ്മളെല്ലാ ഭാരതീയർക്കും പ്രേരിതാഹ ഭവാമഹ, പ്രേരണയാണ്. അപ്പം മോള് പറയാണ്, മാതഃ വന്ദേ മാതരം ഇതി ഗീതസ്യ അർത്ഥഃ ഇതിഹാസഃ ച കിയാൻ മഹാൻ അസ്തി ഖലു. അമ്മേ, വന്ദേ മാതരം എന്ന സോങ്ങിൻ്റെ അർത്ഥവും ചരിത്രവും എത്ര ഗ്രേറ്റ് ആണ്, അതായത് നിശ്ചയമായും എത്ര ഗ്രേറ്റ് ആണ് എന്ന് പറയാം. അമ്പ് ആവാം അസ്മാകം രാഷ്ട്രധ്വജസ്യ വിഷയെ അപ്പി കിഞ്ചിത് ജ്ഞാതും ഇച്ഛാവഹ. അപ്പം മോൻ പറയാണ്, അമ്മേ, ഞങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് കുറച്ചുകൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ആട്ടെ, അപ്പം അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറയാണ്, സാധു അധുന വയം ഭാരതമാതുഃ ത്രിവർണധ്വജസ്യ ച വിഷയെ ജാനിമഃ. വളരെ നല്ലത്.
ഇപ്പോൾ നമുക്ക് ഭാരതമാതാവിനെ കുറിച്ചും ത്രിവർണ പതാകയെക്കുറിച്ചും മനസ്സിലാക്കാം. ഏഷ അസ്മാകം വത്സല ഭാരതമാത. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതമാതാവാണ്. അഹോ അസ്മാകം ഭാരതമാതുഹു മഹാത്മ്യം. അഹോ, എന്തു മഹിമയാണ് നമ്മുടെ ഭാരതമാതാവിൻ്റെ. സാക്ഷാത് പർവ്വതരാജ ഹിമാലയ. സാക്ഷാൽ പർവ്വതരാജാവായ ഹിമാലയം മുകുടരൂപേണ കിരീടം പോലെ അസ്യാഹ മസ്തകെ ശോഭത്തെ. ഇവളുടെ നെറ്റിയിൽ ശോഭിക്കുന്നു, തിളങ്ങി നിൽക്കുന്നു. അസ്യാഹ ചരണൗ പ്രക്ഷാളയതി സ്വയം രത്നാകരഃ സമുദ്രഃ. ഇവളുടെ പാദങ്ങൾ കഴുകുന്നു ആര്? സ്വയം രത്നാകരഃ സമുദ്രഃ. സ്വയം രത്നാകരൻ, അതായത് സമുദ്രം. ഭാരതഭൂമൗ മഹേന്ദ്രഃ മലയഃ സഖ്യഃ രൈവതകഃ വിന്ധ്യഃ അരാവലിഃ ഇത്യാദയഃ ശ്രേഷ്ഠാഃ പർവ്വതാഃ വിരാജന്തി. അതായത് പറയാണ്, ഭാരതഭൂമിയിൽ മഹേന്ദ്രൻ, മലയൻ, പിന്നെന്താണ്, സഹ്യൻ, രൈവതകൻ, വിന്ധ്യൻ, അരാവലി എന്നിങ്ങനെ തുടങ്ങിയ ശ്രേഷ്ഠമായ പർവ്വതങ്ങളുണ്ട്. പിന്നെയോ, അത്രൈവ ഗംഗ യമുന സരസ്വതി സിന്ധുഃ ബ്രഹ്മപുത്രഃ ഗണ്ഡകി മഹാനദി നർമ്മദ ഗോദാവരി കൃഷ്ണ കാവേരി ഇത്യാദയഃ പവിത്രാഃ നദ്യഃ പ്രവഹന്തി. ഇതുകൂടാതെ വേറെ എന്തും കൂടെ ഉണ്ട്, നദികളുണ്ട്. ഇവിടെയുള്ള നദികളുടെ പേരെന്തൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി, സിന്ധു, ബ്രഹ്മപുത്ര, ഗണ്ഡകി, മഹാനദി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ പുണ്യനദികളാണ് ഇവിടെ കൂടെ ഒഴുകുന്നത്. ഓക്കെ, പുണ്യനദികൾ ഒഴുകുന്നുണ്ട്. നദ്യഃ അപി അസ്മാകം മാതരഃ ഇവ. നദികളും നമ്മുടെ അമ്മമാരെ പോലെയാണ്. അയോധ്യ, മഥുര, ഹരിദ്വാരം, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരിക, പുരി, ഗയ, പ്രയാഗഃ, പാട്ലിപുത്രം, വിജയനഗരം, ഇന്ദ്രപ്രസ്ഥം, സോമനാഥഃ, അമൃത്സരഃ ഇത്യാദീനി മംഗലാനി തീർത്ഥക്ഷേത്രാണി നഗരാണി ച ഭാരതഭൂമോ ഏവ സുശോഭന്തി. അതായത് പറയാണ്, അയോധ്യ, മധുര, ഹരിദ്വാർ, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരിക, പുരി, ഗയ, പ്രയാഗ്, പാട്ലിപുത്ര, വിജയനഗരം, ഇന്ദ്രപ്രസ്ഥം, സോമനാഥ്, അമൃത്സർ അങ്ങനെ തുടങ്ങിയ എന്തുണ്ട്? മംഗളകരമായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതായത് ഏറ്റവും മനോഹരമായ ശുഭമായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. നഗരങ്ങളും ഭാരതഭൂമിയിൽ ശോഭിക്കുന്നു. ഇങ്ങനെയുള്ള നഗരങ്ങളും എന്താണ്? ഭാരതഭൂമിയിലുണ്ട്. അതായത് ഇതെല്ലാം കൊണ്ടും ഭാരതഭൂമി ശോഭിക്കുകയാണ്, തിളങ്ങി നിൽക്കുകയാണ്. ഓക്കെ, ഏതേഷാം തീർത്ഥക്ഷേത്രാണാം ധൂളിം ലലാटे സ്ഥാപയിതും വിവിധേഭ്യഃ പ്രദേശേഭ്യഃ അസംഖ്യാഃ ജനാഃ ആഗച്ഛന്തി. അതായത് എന്താ പറയുന്നത് ഇവിടെ? ഈ പിൽഗ്രിമേജ് സെൻറ്റേഴ്സിലെ മണ്ണ് നെറ്റിയിൽ അണിയാനായി വിവിധ പ്രദേശങ്ങളിലും നിന്നും അസംഖ്യമായ ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. ഭാരതമാതുഃ ഹസ്തേ വിലസതി ത്രിവർണയുതഃ രാഷ്ട്രധ്വജഃ. ഭാരതമാതാവിൻ്റെ കയ്യിൽ 3 നിറങ്ങളുള്ള നമ്മുടെ ദേശീയ പതാക വിളങ്ങുന്നു. അഹോ അസ്യ ശോഭ. ഓഹോ, ഇതിൻ്റെ മനോഹാരിത, സൗന്ദര്യം. അസ്മിൻ രാഷ്ട്രധ്വജേ കേശരഃ ശ്വേതഃ ഹരിതഃ ച വർണ്ണാഃ വിരാജന്തി. ഈ പതാകയിൽ, ഈ ഫ്ലാഗിൽ കേസരി നിറം, വെള്ള, പച്ച എന്നീ നിറങ്ങളാൽ ശോഭിക്കുന്നു. ധ്വജസ്യ മധ്യേ സുന്ദരം നീലവർണം ചക്രമപി ശോഭത്തെ. പതാകയുടെ മധ്യത്തിൽ മനോഹരമായ നീല നിറത്തിലുള്ള ചക്രവും ശോഭിക്കുന്നു.
കാണപ്പെടുന്നു. ധ്വജേ വിരാജമാനാः വർണ്ണാः ചക്രം ച വിശിഷ്ടം സന്ദേശം പ്രയച്ഛന്തി. അതായത് പതാകയിൽ ഉള്ള നിറങ്ങളും ചക്രവും നമുക്ക് സവിശേഷമായ സന്ദേശമാണ് നൽകുന്നത്. ത്രിവർണധ്വജസ്യ ഊർധ്വഭാഗേ വിരാജത്തെ കേശരവർണ്ണഃ. അതായത് ത്രിവർണ പതാകയുടെ മുകളിലുള്ളതാണ് കേശരവർണ്ണ, അതായത് സാഫ്രോൺ നിറം. ഏഷഃ വർണ്ണഃ, ഈ നിറം ത്യാഗപരമ്പരായാः ശൗര്യപരമ്പരായാः ച സൂചകഃ അസ്തി. ഈ നിറം ത്യാഗത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും പ്രതീകമാണ്. യേ ഭാരതമാതുഃ ആജീവനം സേവാം കൃതവന്തഃ ദേശസ്യ സ്വതന്ത്രതാം പ്രാപ്തും സഹർഷം സ്വപ്രാണാൻ അർപ്പിതവന്തഃ ച തേഷാം വീരാണാം ബലിദാനം സൂചയതി ഏഷഃ വർണ്ണഃ. അതായത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ധീരരായ സൈനികരെയാണ് ഈ നിറം ഓർമ്മിപ്പിക്കുന്നത്, ഈ നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജയതു സൈനികഃ, സൈനികർ ജയിക്കട്ടെ. ഇതി വക്തും അസ്മാൻ പ്രേരയതി ധ്വജസ്ഥിതഃ അയം കേശരവർണ്ണഃ. ഇത് എന്ന് പറയാൻ നമുക്ക്, അതായത് നമ്മളെ പ്രേരിപ്പിക്കുന്ന നിറമാണ് ഈ സാഫ്രോൺ നിറം. കൃഷക ബാന്ധവാः അസ്മാകം ഭാരതഭൂമിം, കർഷക സുഹൃത്തുക്കൾ നമ്മുടെ ഭാരതഭൂമിയെ സർവദാ എപ്പോഴും സ്വസ്വേദബിന്ദുഭിः സ്വന്തം വിയർപ്പ് തുള്ളികളാൽ സിഞ്ചന്തി നനയ്ക്കുന്നു. ഏതേഷാം പരിശ്രമേണ ഏവ, ഇവരുടെ പരിശ്രമം ഒന്നുകൊണ്ട് തന്നെ ഭാരതഭൂമിഃ ഹരിതവർണ്ണമയി സമൃദ്ധ സസ്യശ്യാമള ച സഞ്ജാത. ഭാരതഭൂമി എന്തൊക്കെയാണ്? പച്ചപ്പായാലും അതേപോലെ ഐശ്വര്യത്താലും ഐശ്വര്യമുള്ളതും വിളകളാൽ ശ്യാമവർണ്ണമായതുമായി തീരുന്നു. ഭാരതമാതുഃ സമൃദ്ധേഃ ഏഷ ആഭ ഹരിതവർണ്ണരൂപേണ അസ്മാകം രാഷ്ട്രധ്വജേ വിരാജത്തെ. അതായത് ഭാരതഭൂമിയുടെ സമൃദ്ധിയുടെ ഈ തിളക്കം പച്ച നിറത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ദേശപതാകയിൽ നിലകൊള്ളുന്നു. ജയതു കൃഷകഃ ഇതി വക്തും അസ്മാൻ പ്രേരയതി. കർഷകർ വിജയിക്കട്ടെ എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ധ്വജസ്ഥിതഃ ഏഷഃ ഹരിതവർണ്ണഃ. ധ്വജത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പച്ച നിറമാണ്. മധ്യസ്ഥിതഃ ശ്വേതവർണ്ണഃ ശാന്തേഃ സത്യസ്യ ച ശോധകഃ അസ്തി. മധ്യത്തിൽ നിലകൊള്ളുന്ന, അതായത് ഇടയിലുള്ള ആ വെള്ളനിറം ശാന്തിയുടെയും സത്യത്തിൻ്റെയും സൂചകമാണ്, അതായത് പ്രതീകമാണ്. അണുശാസ്ത്രേ, സങ്കണകശാസ്ത്രേ, ചികിത്സാശാസ്ത്രേ, അന്തരീക്ഷശാസ്ത്രേ, ആയുധശാസ്ത്രേ ഇത്യാദിഷു, അതായത് ന്യൂക്ലിയർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മെഡിക്കൽ സയൻസ്, അതേപോലെ സ്പേസ് സയൻസ്, ഡിഫൻസ് സയൻസ് തുടങ്ങിയ വിജ്ഞാനസ്യ വിഭിന്നേഷു ക്ഷേത്രേഷു, ശാസ്ത്രത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ ഭാരതീയൈഃ വൈജ്ഞാനികൈഃ, ഇന്ത്യൻസ് ആണെങ്കിലും സയൻറ്റിസ്റ്റ് ആണെങ്കിലും മഹത് യശഃ പ്രാപ്തമസ്തി, മഹത്തായ യശസ്സാണ് പ്രാപ്തമാക്കിയിരിക്കുന്നത്. വൈജ്ഞാനികാനാം തത് ധവലം യശഃ, സയൻറ്റിസ്റ്റുകളുടെ ആ ധവല യശസ്, അതായത് വെള്ള യശസ്, ധവളവർണ്ണരൂപേണ വെള്ള നിറത്തിൽ രാഷ്ട്രധ്വജസ്യ മധ്യേ, രാഷ്ട്രധ്വജത്തിൻ്റെ ഇടയിൽ വിലസതി, തിളങ്ങി നിൽക്കുന്നു. ഭാരതീയം വിജ്ഞാനം ശാന്തിം പ്രഗതിം സുരക്ഷാം ച പരിപോഷയതി. ഭാരതീയ വിജ്ഞാനം സമാധാനവും പുരോഗതിയും സുരക്ഷയെയും പരിപോഷിപ്പിക്കുന്നു. ജയതു വൈജ്ഞാനികഃ ഇതി വക്തും അസ്മാൻ പ്രേരയതി. ശാസ്ത്രജ്ഞർ വിജയിക്കട്ടെ എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ധ്വജമധ്യസ്ഥിതഃ അയം ധവളവർണ്ണഃ. അതായത് പതാകയുടെ മധ്യത്തിൽ, അതായത് ഇടയിൽ നിലകൊള്ളുന്ന ഈ വെള്ള നിറമാണ്.
ध्वजे विराजमानस्य ഘനനീലവർണ്ണസ്യ ചക്രസ്യ നാമ ധർമ്മചക്രം ഇതി. ധ്വജത്തിൽ വിരാജിക്കുന്ന കടുത്ത നീല നിറത്തിലുള്ള ചക്രത്തിൻ്റെ പേരാണ് ധർമ്മചക്രം എന്ന്. അസ്മിൻ ചക്രേ, ഈ ചക്രത്തിൽ ചതുർവിംശതിഃ അരാः സന്തി. ചതുർവിംശതി അര ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്. ഏതത് ചക്രം ചലനീയം കർത്തവ്യപഥേ വൈ ന വിരം സതതം ചല ഇതി ഭാവം ബോധയതി. ഈ ഒരു ചക്രം എന്ത് മെസ്സേജാണ് നൽകുന്നത്? നീ കർത്തവ്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക, നിൽക്കാതെ തുടരുക, മുന്നോട്ട് തന്നെ പോവുക എന്ന സന്ദേശമാണ് ഈ ചക്രം നമുക്ക് തരുന്നത്. ഈ ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യഃ വിരാമം വിന നിത്യം സഞ്ചരതി. സൂര്യൻ നിൽക്കാതെ നിരന്തരം സഞ്ചരിക്കുന്നു. നദി കഷ്ടാനി സഹമാന അപി ധ്യേയം പ്രതി നിത്യം പ്രവഹതി. നദി കഷ്ടതകൾ സഹിച്ചുകൊണ്ടും മുന്നോട്ട് തന്നെ എന്ത് ചെയ്യുന്നു? നിരന്തരം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതം ചക്രം ജീവനെ ശ്രാന്തേഹി ആലസ്യസ്യ പ്രമാദസ്യ ച സ്ഥാനം ന ഭവതു ഇതി സന്ദേശം പ്രയച്ഛതി. ഈ ചക്രം ജീവിതത്തിൽ ക്ഷീണം, മടുപ്പ്, ലക്ഷ്യമില്ലായ്മ ഇവയ്ക്കൊന്നും സ്ഥാനമില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. വയം സർവേവപി ധന്യാഃ യത് അസ്യാം പവിത്രഭൂമ്യാം ജന്മ പ്രാപ്തവന്തഃ. നമ്മളെല്ലാവരും ധന്യരാണ് ഈ പവിത്രഭൂമിയിൽ ജന്മം കൊണ്ടതിൽ. വയം പവിത്രായാഃ ഭാരതമാതുഃ നിത്യം വന്ദനം കുർമഃ അസ്യാഃ ഗൗരവവർദ്ധനാർത്ഥം ച പ്രയത്നം കുർമഃ. നമ്മൾ ഈ പവിത്രമായ ഭാരതമാതാവിനെ നിത്യം നമിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രൗഢിക്കായി നിരന്തരം പ്രയത്നം ചെയ്യണം. ആഗച്ഛന്തു മിലിത്വാ സർവേ ഗായാമഃ. വരൂ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം. വയം ബാലക ഭാരതഭക്താഃ. ഞങ്ങൾ ബോയ്സ് ഇന്ത്യയുടെ ഡിവോട്ടീസാണ്. വയം ബാലിക ഭാരതഭക്താഃ. ഞങ്ങൾ ഗേൾസ് ഇന്ത്യയുടെ ഡിവോട്ടീസാണ്. വയം ഹി സർവേ ഭാരതഭക്താഃ. ഞങ്ങളെല്ലാവരും ഇന്ത്യയുടെ ഡിവോട്ടീസാണ്. പൃഥ്വീം സ്വർഗം ജയിത്തും ശക്താഃ. ഭൂമിയെ സ്വർഗമാക്കാനും ജയിക്കാനുമുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.